എവർക്കും കൃത്യമായ നമസ്കാരം. എല്ലാ കാലത്തും കലാസൃഷ്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പണ്ട് ചാക്യാർകൂത്ത് മുതൽ എഴുത്തും സിനിമയും, എന്തിനേറെ ഇന്നത്തെ ട്രെൻഡായ വെബ് സീരീസുകൾ വരെ ജനമനസ്സുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നവയാണ് എന്നതിൽ തർക്കമില്ല. കലാരൂപങ്ങൾ ഉപയോഗിച്ച് ആശയപ്രചാരണം നടത്തി വിജയിക്കാമെന്ന് മലയാള മണ്ണിൽ ആദ്യം തെളിയിച്ചവരിൽ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നവോത്ഥാന നായകർ പണിയെടുത്ത് രൂപപ്പെടുത്തിയ മാറ്റങ്ങളെയെല്ലാം സ്വന്തം പേരിലാക്കാനും അവയുടെയെല്ലാം ഗുണഫലങ്ങളെ ഹൈജാക്ക് ചെയ്ത് സ്വയം വളരാനും അവർ കൂട്ടുപിടിച്ചത് അന്നത്തെ ട്രെൻഡായിരുന്ന നാടകങ്ങളിലൂടെയാണ്. അതിന് അവരെ സഹായിച്ച ചൂടായിരുന്നു KPSC എന്ന നാടക കമ്പനി. കമ്മ്യൂണിസത്തിന്റെ വേരോട്ടത്തിന് KPSC നിർവഹിച്ച പങ്ക് ആർക്കും അവഗണിക്കാനാകാത്ത ഒന്നാണ് എന്ന് അക്കാലത്തെ രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഇസ്ലാമിക പ്രൊപ്പഗണ്ട സിനിമകൾ മലയാള സിനിമയിലേക്ക് എത്തുന്നത് പ്രകടമായി തുടങ്ങുന്നത് ഏതാണ്ട് 2000 മുതൽക്കാണ്. ദാവൂദും ഡി കമ്പനിയും മലയാള സിനിമയിൽ പണമിറക്കുകയും പരാജയ സിനിമകൾ വരെ പേപ്പറും സൂപ്പർ ഹിറ്റുകളാക്കി കാണിച്ച് കള്ളപ്പണം വെളുപ്പിക്കലും മയക്കുമരുന്ന് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒരുക്കി മയക്കുമരുന്ന് വ്യാപാരവും പൊടിപൊടിപ്പിച്ചു എന്നത് മുൻപ് പലവട്ടം ചർച്ചയായ രഹസ്യങ്ങളാണ്. പക്ഷേ മൗദൂദികൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സിനിമകളെ വലിയ തോതിൽ ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് മലയാള സാംസ്കാരികതയെ തകർക്കുന്ന അല്ലെങ്കിൽ മതപരമായ അജണ്ടകൾ കുത്തിനിറച്ച സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് ഇവിടെ രൂപപ്പെടുന്നു. അത്തരം സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അത്തരം സിനിമകളിൽ ചാലക ശക്തിയായവരെ ഒന്നായി മലയാള സിനിമാ നിരീക്ഷകർ മട്ടാഞ്ചേരി മാഫിയ എന്ന് പരിഹാസ രൂപേണത്തിൽ ആശങ്കയുടെ പേര് ചൊല്ലി വിളിച്ചു തുടങ്ങി. മട്ടാഞ്ചേരി മാഫിയ എന്നത് വെറും ഒരു പരിഹാസനാമം മാത്രമായിരുന്നില്ലെന്ന് വെളിവാക്കുന്ന, ഞെട്ടലുളവാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ മറനീക്കുന്നത്. പ്രസ്തുത അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പല വിധത്തിൽ നിറയുകയാണെന്ന്. സോഷ്യൽ മീഡിയയിൽ ആകമാനം അവയിൽ ചിലത് പരിശോധിക്കുമ്പോൾ അവയെല്ലാം ഉന്നം വെക്കുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയിലേക്കാണ്. മമ്മൂട്ടി എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ മതബോധത്താൽ ഭ്രാന്തിതമായ മൗദൂദിയൻ ചിന്തകളിലേക്ക് ചുവടുമാറ്റം ചെയ്തിരിക്കുന്നുവെന്നും ഒരു തികഞ്ഞ അന്യമത വിരോധിയായി പരിണാമം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും മട്ടാഞ്ചേരി മാഫിയയുടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആരോരും അറിയാത്ത കാണാമറയത്തെ ബോസാണ് അദ്ദേഹം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ആരോപണങ്ങൾ. മുസ്ലിമാണോ എങ്കിൽ കൊച്ചിയിൽ ഫ്ളാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാകുമെന്ന മതപരമായ ഇരവാദമിറക്കിയാണ് പുഴു സിനിമയുടെ സംവിധായക രംഗപ്രവേശനം ചെയ്യുന്നത്. അത് പുഴുവെന്ന സിനിമയുടെ PR വർക്കാണെന്ന ആരോപണം ഉണ്ടായിരുന്നിട്ടും അന്നത് ഏറ്റെടുത്തവരാണ് ഇവിടുത്തെ പ്രബുദ്ധ മതേതരരും പ്രമുഖ മാധ്യമങ്ങളും. എന്നാൽ അതേ പുഴു സിനിമയുടെ പിന്നിലുള്ള മതപരമായ പ്രൊപ്പഗണ്ടയും അതിനാ സിനിമയിലെ നായകന്റെ പങ്കുമൊക്കെ സംവിധായകയുടെ ഭർത്താവ് തന്നെ പുറത്തുവിട്ടിട്ടും അതിനെക്കുറിച്ച് സാംസ്കാരിക കേരളം നിശബ്ദത പാലിക്കുന്നത് സംശയങ്ങൾ ജനിപ്പിക്കാൻ ഉതകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മതപരമായ വിദ്വേഷങ്ങൾ ഒളിച്ചുകിടത്തി സമൂഹത്തെ അരക്ഷിതരാക്കുന്ന അജണ്ടകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ ഓരോ മലയാളിക്കും ബാധ്യതയുണ്ട്. സിനിമ സ്വാധീനിക്കുന്നത് പലപ്പോഴും പുതുതലമുറ ആയതിനാൽ തന്നെ അവയിലെ അജണ്ടകൾ സ്വാധീനിക്കുന്നത് ഭാവി സാമൂഹിക അന്തരീക്ഷത്തെയാണ്. ഇത്തരം സിനിമകളിലൂടെ പകരുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും വിഷലിപ്ത ക്യാപ്സ്യൂളുകൾ ഇല്ലാതാക്കുക മലയാളിയുടെ സമാധാനപരമായ ഭാവി ആയിരിക്കുമെന്നതിൽ തർക്കമില്ല. വ്യക്തിപരിണാമം മനുഷ്യ സഹജമാകയാൽ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മൗദൂദിസത്തിലേക്ക് ചൂടുമാറ്റാൻ അധിക സമയം വേണ്ടി വന്നേക്കില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ മാറിയ സാമൂഹിക അന്തരീക്ഷത്തിൽ സ്വയം വിറ്റഴിക്കാൻ ഒരാൾ കണ്ടെത്തുന്ന ഏറ്റവും മികച്ച എളുപ്പമാർഗമായിരിക്കാം ഈ ചൂടുമാറ്റങ്ങൾ. എന്നാൽ മമ്മൂട്ടിയെ പോലെ ഒരാൾക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അത്ര ശുഭകരമായ ഒന്നല്ല. മമ്മൂട്ടിയുടെ ഹിടണത്തണ്ട ഒരു കമ്മ്യൂണിസ്റ്റിനാൽ തന്നെ തുറന്നു കാട്ടപ്പെട്ട ഈ അവസരത്തിൽ രൂപപ്പെടുന്ന ബഹളങ്ങൾ അദ്ദേഹത്തെ ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയെങ്കിലും എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളോട് ചേർന്ന് നിൽക്കുന്നതും ഒന്നായി ചേർന്ന് സിനിമ പിടിക്കുന്നതും ഒഴിവാക്കി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കൂടുതൽ സുശക്തമാക്കാൻ വേണ്ട കരുതൽ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ മമ്മൂട്ടി എന്ന മഹാനടനിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.